സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനവും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർക്ക് മൈതാനിയിൽ കൂട്ടധർണ നടത്തിയത്. സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണം എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം പാർക്ക് മൈതാനിയിൽ കൂട്ടധർണ നടത്തി. ഇതിനു മുന്നോടിയായി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണ ആർ രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ കുടിശ്ശികയായി ലഭിക്കേണ്ട ഒരു ഗഡുവും ക്ഷാമാശ്വാസമായി ലഭിക്കേണ്ടിയിരുന്ന ബാലൻസ് 2 ഗഡുവും അതോടൊപ്പം തന്നെ 1/1/20 മുതലുള്ള ക്ഷാമാശ്വാസവും ഇപ്പം നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ 19% ഞാൻ മുമ്പ് പറഞ്ഞ കുടിശ്ശിക ഒഴിച്ച് 19% ഇപ്പോൾ നമുക്ക് കിട്ടാനും അപ്പോൾ ഇത്രയും വലിയ ഒരു തുക നമുക്ക് കിട്ടാനുണ്ടെന്ന് പറയുമ്പോൾ ശമ്പള പരിഷ്കരണം അനുവദിച്ച പ്രാബല്യ തീയതി മുതൽ ഇന്നേ ദിവസം വരെ അവർക്ക് അർഹതപ്പെട്ട പെൻഷൻ വാങ്ങാനുള്ള അവസരം ലഭിക്കാതെ നമ്മളെ കടന്നു പോയിട്ടുണ്ട് 10,000 എന്നുള്ള ഒരു ദുഃഖസത്യം അവശേഷിക്കുകയാണ്. 2017 തിരുവനന്തപുരത്ത് നടന്ന രജത ജൂബിലി സമ്മേളനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിച്ചത് നിങ്ങൾ DA അനുവദിക്കുന്ന കാര്യത്തിന് വേണ്ടി എങ്ങും സമരം ചെയ്യേണ്ടതില്ല എന്നാണ്. നിർഭാഗ്യവശാൽ തുടർന്നു വന്ന സാഹചര്യങ്ങൾ അതും അർത്ഥമില്ലാത്തതായി മാറിയെന്നുള്ള ദുഃഖകരമായ അവസ്ഥയിൽ പെൻഷൻകാരെയും ജീവനക്കാരെയും കൊടുക്കണമെന്ന് ജനങ്ങൾക്കെല്ലാം കൊടുത്താൽ മതിയോ? വസ്തുത അതാണോ? അല്ല. റവന്യൂ വരുമാനത്തിൻ്റെ 90% അല്ലെങ്കിൽ 80% ഈ പെൻഷൻ ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ ഉപയോഗിക്കുന്നത്? അതേയല്ല. യഥാർത്ഥ കണക്ക് അതുല്ലമാണോ? അല്ല. യഥാർത്ഥ കണക്ക് അതേയല്ല. ഈ കേരളത്തിലെ ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ഏതാണ്ട് 5,45,000 വരുന്ന ജീവനക്കാർക്കും ഒരു മാസം ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കുന്നതിന് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ ഒരു 32-33% അപ്പുറത്തേക്ക് പോകുന്നില്ല. ഇതാണ് വസ്തുത എന്നിരിക്കെ വളരെ ബോധപൂർവവും പെൻഷൻകാരും ജീവനക്കാരുമാണ് ഇതിനെല്ലാം കുഴപ്പക്കാർ എന്ന നിലയിലുള്ള പ്രചാരവേലയാണ് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പലപ്പോഴും പല പ്രമുഖന്മാരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതം പറഞ്ഞു. രവീന്ദ്രകുറുപ്പ്, KR രാമഭദ്രൻ, സുകുമാരി, ഹുസൈൻ പായിക്കാട്, വൈ നാസറുദ്ദീൻ, KR മുരളീധരൻ, ഹരികുമാർ, കൃപാനന്ദൻ, കോശി ജോർജ്, KR വിശംഭരൻ, ഉദയൻ എന്നിവർ സംസാരിച്ചു. ഇസഹാക്ക് കുഞ്ഞ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.